കാർഗിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ജെൻസി വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ജമ്മു ആൻഡ് കശ്മീരിലെ CM ആയിട്ടുള്ള ഒമർ അബ്ദുള്ള പങ്കുവെച്ച് ക്രിട്ടിസൈസ് ചെയ്തപ്പം ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ഭയങ്കര മാർക്കറ്റാണ്. എനിവേസ് ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല, അതിലത്തെ ഒരു വിഷ്വൽ കൊടുക്കാം. ഒരു പെൺകുട്ടി നമ്മുടെ കാർഗിലിലെ മിനിമാർക്ക് ചെക്ക് പോയിന്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടുത്തെ ട്രാഫിക് ഒന്ന് കൺട്രോൾ ചെയ്ത് ഇവരുടെ വണ്ടിയൊക്കെ കുറച്ച് നേരത്തേക്ക് തടഞ്ഞപ്പോഴത്തേക്കും പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ബഹളമാണ്. ഞങ്ങൾ ജെൻസിയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഈ ഒരു റബ്ബിഷ്നെസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യമൊന്നും ഞങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരത്തി അവിടെ കിടന്ന് ഭയങ്കര ഷോ ആക്കുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഈ ജെൻസിയാണ് ഞാൻ എന്ന് പറയുന്നത് എപ്പോൾ തൊട്ടാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും മാത്രമുള്ള ഒരു അവകാശവും അല്ലെങ്കിൽ ഒരു ടാഗും ഒക്കെ ആയിട്ട് മാറുന്നത്? ഈ മിനിമാർക്ക് ചെക്ക് പോയിന്റിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയാമോ? ഈ കാർഗിലിൽ ഒരുപാട് തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ മിനിമാർഗം. അവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പാകിസ്ഥാനി ആർട്ടിലറീസിനെയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മിലിറ്ററി കോൺവോയ് ഒക്കെ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഒക്കെ കൊടുക്കേണ്ടുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അത്. അപ്പം ആ ഒരു സ്ഥലത്ത് ഇവരെന്തിനാണ് നമ്മളെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കടന്നു പോകാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നതൊക്കെ ചോദിച്ചാൽ, ഈ വീഡിയോ ചെയ്തിട്ട് ഞാൻ ജെൻസിയാണ് അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരത്തിൻ്റെ അടക്കം ഇന്ത്യക്കാരുടെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെയൊക്കെ അവിടെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കുറേ ആൾക്കാർ ഉണ്ടും ഉറങ്ങിയിട്ടും അതിൻ്റെ ഉള്ളിലും ഈ ഭാഗത്തൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഐറണി എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഗത്ത് വെച്ചിട്ടൊരു ഫോണും പിടിച്ച് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് പോലും ഈ പുള്ളിക്കാരത്തിക്ക് കിട്ടിയത് അവിടെ ആ ഒരു സുരക്ഷാ സംവിധാനം അവർ ഒരുക്കുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ഈ ജെൻസി ടാഗ് എല്ലായിടത്തും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങൾ എഴുതി തള്ളുകയാണ് ചെയ്യുക. പല ആൾക്കാരുടെയും വിചാരം ഞങ്ങൾ ജെൻസി ആണെന്ന് പറയുന്നത് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനും അതുപോലെ തന്നെ പാർലമെന്റ് സംവിധാനങ്ങളെയും സുപ്രീം കോടതി സംവിധാനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനും അട്ടിമറിക്കാനും അനാർക്കി കൊണ്ടുവരാനും ഒക്കെയുള്ള ഭയങ്കര ഒരു പവറാണെന്നാണ്. അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്, അല്ലെങ്കിൽ കുളിക്കാനും കുടിക്കാനും വെള്ളം എടുക്കുന്ന കുളം സ്വയം കലക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇതുകൊണ്ടൊക്കെ നശിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ മാത്രമല്ല, ഇന്ത്യയിൽ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മെജോറിറ്റി വേറെയും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറാം. അറ്റ്ലീസ്റ്റ് കാർഗിൽ പോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ സ്വന്തം തലയിൽ ഓട്ടയില്ലാണ്ട് സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അതെന്ന് ആലോചിച്ചിട്ട് ദയവ് ചെയ്ത് ആ ആൾക്കാരോട് സഹകരിക്കുക. അല്ലാണ്ട് എല്ലാത്തിനും ഒരു ജെൻസി ടാഗ് ഇട്ട് കൊണ്ടുവന്നാൽ നാളെ ഈ ജെൻസി എന്ന് പറയുന്ന ടേമിനോട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര പുച്ഛമായിരിക്കും. ജെൻസി ആണെന്ന് പറയാൻ നാണിക്കേണ്ട അവസ്ഥയുണ്ടാവും. കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്യുക.